Students, welcome to another online class. We are discussing the fifth chapter of plus 2 business studies and the name of our chapter is Organizing. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസിലെ അഞ്ചാമത്തെ പാഠത്തിന്റെ പേര് ഓർഗനൈസിംഗ്. ഇത് നമ്മുടെ 8ാമത്തെ ക്ലാസ് ആണ്. ഇത് ഓർഗനൈസിംഗ് എന്ന പാഠത്തിന്റെ 8ാമത്തെ ക്ലാസ് ആണ്. We are discussing difference between formal organization and informal organization. നമ്മൾ എന്താ 7ാമത്തെ ക്ലാസ്സിൽ പഠിച്ചേ ഓർത്തു നോക്കിയേ. In our previous class we discussed about informal organization, that is in our 7th class, and in our 6th class we discussed about formal organization. In short, we are discussing the terms formal organization and informal organization. Today we are going to conclude the topic formal and informal organization. അപ്പോൾ മക്കളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഇതിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഡിഫറൻസ് പഠിക്കുന്നതിന് മുമ്പേ ഒന്ന് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക, എന്താണ് ഫോർമൽ, എന്താണ് ഇൻഫോർമൽ. The relationship between various persons in an organization can be classified into formal organization and informal organization. ഒരു കമ്പനിക്കകത്തുള്ള വ്യക്തികൾ, അതായത് എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻസിനെ നമുക്ക് വീണ്ടും, അതായത് ഫങ്ഷണൽ ഡിവിഷനിൽ കൂടാതെ തന്നെ അഗെയിൻ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഒഫീഷ്യൽ റിലേഷൻഷിപ്പും അൺഒഫീഷ്യൽ റിലേഷൻഷിപ്പും. അപ്പോൾ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് പേഴ്സൺസ് ഇൻ എ കമ്പനി ഈസ് നോൺ ആസ് ഫോർമൽ ഓർഗനൈസേഷൻ, whereas friendly relationship among people within an organization is known as informal organization. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി, ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇൻഫോർമൽ. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക, അല്ലാതെ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ? നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. 3 കോളമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ബേസിസ് കോളമാണ്, രണ്ടാമത്തേത് ഫോർമൽ ഓർഗനൈസേഷന്റെ കോളമാണ്, മൂന്നാമത്തേത് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കോളമാണ്. ഏതിന്റെ ഡിഫറൻസും അതിന്റെ മീനിങ് വെച്ചിട്ടായിരിക്കും സാധാരണ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവിടെയും ആദ്യത്തെ ബേസിസ് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ദ മീനിങ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. The term formal organization means a pattern of relationship deliberately designed by the top management. ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡെലിബറേറ്റ് ആയിട്ട്, വേണമെന്ന് വിചാരിച്ചുകൊണ്ട്, ഡെലിബറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. അതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ മീനിങ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഫ്രണ്ട്ലി റിലേഷൻ എമംഗ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതിയതും എഴുതാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ arise spontaneously as a result of social interaction among employees. ഇതെങ്ങനെയാണ് വരുന്നത്? arise spontaneously means suddenly, പെട്ടെന്നാണ് അല്ലേ? arise spontaneously as a result of social interaction among employees. ജോലിക്കാര്, employees of an organization are human beings. They will interact with each other in the course of their work. While interacting, they may develop some friendly relationship, and such a social relationship or friendly relationship is known as informal organization. അപ്പോൾ ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിക്കാര് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട്, അറിയാതെ, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ബേസിസ് എന്ന് പറയുന്നത് പർപ്പസ് ആണ്, ഇതിന്റെ എയിം ആണ്. എന്താണ്, വാട്ട് ഈസ് ദ എയിം ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ഈസ് ദ എയിം ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഡിഫറൻസിന്റെ ബേസിസ് ഏതാണ്? പർപ്പസ് ആണ്. ഫോർമലിന്റെ എയിം, ഇൻഫോർമലിന്റെ എയിം.
The aim of formal organization is to achieve organizational objectives. ഈ ഫോർമൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടുക എന്നതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അച്ചീവ് പ്രീ ഡിഫൈൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പനിയുടെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം, പ്രോഫിറ്റ്, ഗ്രോത്ത്, ഇതൊക്കെ കമ്പനിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ. പക്ഷേ ഇൻഫോർമൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാം, നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാം, നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാനാണ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇസ് ടു അച്ചീവ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഓഫ് എംപ്ലോയീസ്. വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടുള്ളതുമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ഡിഫറൻസിന്റെ ബേസിസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മൂന്നാമത്തെ ഡിഫറൻസിന്റെ ബേസിസ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഫോർമൽ ഓർഗനൈസേഷൻ അകത്തുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. ഔദ്യോഗികപരമായിട്ടുള്ള ആശയവിനിമയമാണ് ഫോർമൽ ഓർഗനൈസേഷൻ അകത്തുള്ളത്. ബട്ട് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അകത്തുള്ളത് ഫ്രണ്ട്ലി, സൗഹൃദ സംഭാഷണമാണ്. അടുത്തത് നാലാമത്തത് ഇതിന്റെ നാച്ചുർ. ഇതിന്റെ നാച്ചുർ എന്താണ്? ഇതിന്റെ സ്വഭാവം എന്താണ്? ഇത് റിജിഡാണ്, ഇത് എന്താണ്? കട്ടിയുള്ളതാണ്. നമുക്കൊരിക്കലും വി കാൻ ചേഞ്ച് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. നമുക്ക് സപ്പോസ് ഞാനൊരു കമ്പനിയിലെ എംപ്ലോയി ആണ്, എൻ്റെ മാനേജർ മിസ്റ്റർ രഘു എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ മാനേജർ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള രഘുവിനെ മാറ്റാൻ പറ്റില്ല. അതേപോലെ രഘു വിചാരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മാനേജറാണ് രഘു, രഘു വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെയും മാറ്റാൻ പറ്റില്ല. അതാണ് റിജിഡ് എന്ന്. അപ്പോൾ ഫോർമൽ റിലേഷൻഷിപ്പ് എന്താണ്? റിജിഡ് ആണ്. പക്ഷെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം, നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, അവരോട് ഉടക്കി പിരിയാം. അതൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? അവരത് നാച്ചുർ, ഫോർമൽ റിജിഡ് ആണ്, ഇൻഫോർമൽ ഫ്ലെക്സിബിൾ ആണ്. അഞ്ചാമത്തെ പോയിന്റ് നോക്കുക, ലീഡർഷിപ്പ്. ഈ ഫോർമൽ ഓർഗനൈസേഷനകത്ത് ആരാണ് ലീഡർ? ഇൻഫോർമൽ ഓർഗനൈസേഷനകത്ത് ആരാണ് ലീഡർ? ഒരു കമ്പനിയിലെ ഫോർമൽ ഓർഗനൈസേഷന്റെ അകത്ത് ലീഡേഴ്സ് എന്ന് പറയുന്നത് മാനേജർമാരായിരിക്കും. ഇപ്പം മാനേജേഴ്സ് ആണ് സുപ്പീരിയേഴ്സ്, മാനേജേഴ്സ് ആർ ലീഡേഴ്സ് ഓർ മാനേജേഴ്സ് ആർ സുപ്പീരിയേഴ്സ് ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു കമ്പനിക്കകത്തുള്ള ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ മാനേജർമാരാണ് ലീഡേഴ്സ്, അല്ലാതെ വർക്കേഴ്സോ എംപ്ലോയീസോ ഒന്നല്ല. ലീഡേഴ്സ് ആരാണ്? മാനേജേഴ്സ് ആണ്. പക്ഷേ നമ്മളൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കി അതിൽ ഏറ്റവും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്നത് ചില സമയത്ത് കമ്പനിയത്തെ ഫാക്ടറി വർക്കർക്കായിരിക്കും. ഏറ്റവും മാനേജറെക്കാളും ഏബിൾ ആയിട്ട് ബോളിങ്ങും ബാറ്റിംഗ് ഒക്കെ ഉള്ളത് വർക്കർ ആയിരിക്കും. അപ്പൊ മാനേജറെ പിടിച്ച് ലീഡറാക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ലോവർ ഫാക്ടറി വർക്കറിനെ ആക്കും, കാരണം അയാൾക്കാണ് നല്ലോണം ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്നത്. അപ്പോൾ ലീഡേഴ്സ് മേ ഓർ മേ നോട്ട് ബി മാനേജേഴ്സ്. ഇനി മാനേജർ ആണെങ്കിൽ മാനേജർ, അല്ലെങ്കിൽ വർക്കേഴ്സും ആവാം ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ ലീഡേഴ്സ്. ആറാമത്തത് ബിഹേവിയർ, പെരുമാറ്റം. ഫോർമൽ ഓർഗനൈസേഷനകത്തുള്ള പെരുമാറ്റം എന്താണ്? ഇൻഫോർമൽ ഓർഗനൈസേഷനകത്തുള്ള പെരുമാറ്റം എന്താണ്? ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റൂൾസ് ഓഫ് കമ്പനി. ഫോർമൽ ഓർഗനൈസേഷനകത്തുള്ള ജോലിക്കാരുടെ പെരുമാറ്റം എന്താണ്? കമ്പനിയുടെ റൂൾസ്. അപ്പൊ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ഒഫീഷ്യൽ ആണ്, ഇത് ഫ്രണ്ട്ലി ആണ്. ഇവിടെ ഈ കമ്പനിക്കകത്തുള്ള റിലേഷൻഷിപ്പാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇവിടെയുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് കമ്പനിയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റൂൾസ് ഓഫ് കമ്പനി. പക്ഷെ ഫ്രണ്ട്ലി ടോക്കിനൊന്നും അങ്ങനത്തെ റൂൾസോ ഒരു സംഭവം എവിടെ ഇല്ല, ഇൻഫോർമലിനകത്തില്ല. അതാണ് ബിഹേവിയർ. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ റൂൾസ്. ദർ ഈസ് നോ സെറ്റ് ഓഫ് ബിഹേവിയർ പാറ്റേൺ. ഇവിടെ അങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേൺ ഒന്നും ഇല്ല. ഏഴാമത്തത് സ്റ്റെബിലിറ്റി. അപ്പോൾ നോക്കുക, ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
ഇതിപ്പം ഇതാണ് നമ്മുടെ MD എന്ന് വിചാരിക്കുക. ഇവർ 4 ആൾക്കാരും ഡിവിഷണൽ മാനേജേഴ്സ് ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആണ്. എത്ര കാലം കമ്പനിയിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ടോ അത്രയും കാലം ഇവർ തമ്മിൽ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് സ്റ്റെബിലിറ്റി. ഇറ്റ് ഈസ് സ്റ്റേബിൾ, ഇറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇത് കുറെ കാലം ഉണ്ടാവണമെന്നില്ല. നെക്സ്റ്റ് 8ാമത്തത് ഓർഗനൈസേഷണൽ ചാർട്ട് ആണ്. അപ്പൊ എന്താ ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷണൽ ചാർട്ട് റെഫേഴ്സ് ടു ഇഫ് ദ റിലേഷൻഷിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ ഡയഗ്രം. ഒരു ചിത്രത്തിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന്. ഈ കാണുന്നതാണ് ഓർഗനൈസേഷണൽ ചാർട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ ഒരു ചാർട്ട് നമുക്ക് എവിടെ വരക്കാം? ഫോർമൽ ഓർഗനൈസേഷനകത്ത് വരക്കാം. ഇപ്പൊ ഈ കാണുന്നത് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ചാർട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? MD, സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ. ഇതേ കണക്ക് ഒരു ചിത്രം നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ വരക്കാൻ വേണ്ടി പറ്റുമോ? ഇത് സുരേഷ്, ഇത് രാജേഷ്, ഇത് പിന്നെ ആരാണ്? ശ്രീജ. ഇങ്ങനെ പണ്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എവിടെ സാധ്യമാണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതായത് ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ ഓർഗനൈസേഷണൽ ചാർട്ട്, ബട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഓർഗനൈസേഷണൽ ചാർട്ട്. ഇപ്പം ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലൊന്നും ഇങ്ങനെ ഒരു ചിത്രമൊന്നും നമുക്ക് വരക്കാൻ പറ്റില്ല. അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രം, ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ഐഡിയ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഡിഫറൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ പഠിച്ച് ക്ലിയർ ആക്കുക. ഇതിനു മുമ്പേ ഫോർമൽ ഓർഗനൈസേഷന്റെയും ഇൻഫോർമൽ ഓർഗനൈസേഷന്റെയും ക്ലാസ് കൃത്യമായിട്ട് കാണുക. അപ്പൊ ഒരുപാട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച കാര്യമാണ്. 8 പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ഈ ക്ലാസിന്റെ നോട്ടൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് hsstimes.blogspot.com എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.